ഏത് ഗർഭക്കേസ് വന്നാലും ശബരിമല നമ്മൾ വിട്ടുകളയരുത്. ശബരിമലയുടെ ഓരോ വിവരങ്ങളും നമ്മൾ ഇഴകീറി പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും വേണം. ഹൈക്കോടതിയുടെ ഉടുമ്പിൻ പിടുത്തത്തിൽ വിറങ്ങലിച്ച് ഭരണകൂടവും പാർട്ടിയും നിൽക്കുകയാണ്. ഒരു മയവുമില്ലാതെ എല്ലാവരെയും തൂക്കി അകത്തിട്ടേക്കൂ എന്നുള്ള കോടതി ഉത്തരവ് ഊടുപാട് CPM-കാരുടെ അറസ്റ്റിനുള്ള നീക്കമാണോ എന്ന് അപകടം മണത്ത് പിണറായി. തന്ത്രിയുടെ അറസ്റ്റ് അക്ഷരാർത്ഥത്തിൽ ഭരണകൂടത്തെയും ഞെട്ടിച്ചിരിക്കുന്നു. അടുത്തത് മന്ത്രി എന്ന മുന്നറിയിപ്പാണോ ഇതെന്നാണ് പാർട്ടി ഭയക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീഴ്ത്തിയത് അയ്യപ്പനാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശബരിമല പൊള്ളിക്കും. അതിനിടയിൽ കടകംപള്ളിയുടെ അറസ്റ്റ് ഉണ്ടായാൽ ചത്ത് മലക്കും. തന്ത്രിയുടെ അറസ്റ്റ് CPM ഒരായുധമാക്കാത്തത് ഈ പേടിയിലാണ്. മുൻ മന്ത്രിയുടെ വീട്ടിൽ നിലവിളിയും കരച്ചിലുമാണ്. എപ്പോൾ വേണമെങ്കിലും SIT വീട്ടുമുറ്റത്തെത്തും എന്നുള്ള ഭയം. കൃത്യമായ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തന്ത്രിയെ കോടതി റിമാൻഡ് ചെയ്തത്. ഇതേ സംശയങ്ങൾ അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളിയുടെ കാര്യത്തിലും ഉണ്ട്. തന്ത്രിക്കും മുന്നേ നടക്കേണ്ട മന്ത്രിയുടെ അറസ്റ്റ് താൽക്കാലികമായി രാഷ്ട്രീയ കളിയിൽ തടയാൻ കഴിഞ്ഞു എന്ന് മാത്രമാണ്. എന്നാൽ ഏത് നിമിഷവും കേരളം ഞെട്ടുന്ന ആ അറസ്റ്റ് സംഭവിച്ചിരിക്കും. തന്ത്രിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന പോയിന്റ് പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ട് എന്നുകൂടിയായിരുന്നു. ഇതേ അടുത്ത ബന്ധം തന്നെയാണ് കടകംപള്ളിക്ക് പോറ്റിയുമായുള്ളത്. ഇരുവരും തമ്മിൽ കേരളത്തിന് പുറത്തു വെച്ച് കണ്ടിട്ടുമുണ്ട്. സ്വർണ്ണപ്പാളി എടുക്കാൻ അനുമതി ചോദിച്ച് മന്ത്രിക്ക് കത്തയച്ചെന്ന പോറ്റിയുടെ മൊഴി പത്മകുമാറിന്റെ മൊഴിയും നിലവിലുണ്ട്. എന്നാൽ കത്ത് കിട്ടിയിട്ടില്ല എന്ന് കടകംപള്ളി പറഞ്ഞ കളവ് തലയ്ക്ക് മുകളിൽ വാളാണ്. കടകംപള്ളി ശബരിമലയിൽ എത്തിയ സമയത്തൊക്കെ പോറ്റിയും അവിടെ ഉണ്ടായിരുന്നു. കടകംപള്ളിയുടെ അറസ്റ്റ് ഒരുപാട് വൈകിപ്പിക്കാൻ SITക്ക് കഴിയില്ല. ഹൈക്കോടതി ചോദ്യം ഉന്നയിക്കും, SITയെ പൊരിക്കും. ഉന്നതന്മാർ കേസിലുണ്ടെന്നും വൻ തോക്കുകൾ ഉണ്ടെന്നും കേരളം ഞെട്ടുന്നത് പലതും ഇനി പുറത്തു വരാൻ ഇരിക്കുന്നതേയുള്ളൂ എന്നും ഹൈക്കോടതി ഒരു മുന്നറിയിപ്പ് തന്നിരുന്നു. അതായത് ഒരു ബോംബ് ഹൈക്കോടതി തന്നെ പൊട്ടിച്ചിരുന്നു. കടകംപള്ളിയിലേക്കാണ് ഹൈക്കോടതി ഉന്നം വയ്ക്കുന്നതെന്ന വേവലാതിയിൽ ഉരുകി നിൽക്കുകയാണ് CPM. ഹൈക്കോടതി നീക്കങ്ങൾ ചോർന്ന് കിട്ടുന്നതുമില്ല. പത്മകുമാറിന്റെ മൊഴിയിലെ തന്ത്രി, മന്ത്രി, ഉന്നതൻ അത്ര നിസ്സാരക്കാരൊന്നുമല്ല. അത് നിസ്സാര വിഷയവുമല്ല. തന്ത്രി വീണു, ഇനി മന്ത്രി എന്ന് മലയാളി തുറന്നടിക്കുന്നു. ഇവിടെയാണ് ഭരണകൂടത്തിന്റെ ഉറക്കം നഷ്ടപ്പെടുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ സ്വർണം മുക്കിയതിൽ പങ്കാളിയാണെന്ന് ജനം ആവർത്തിച്ച് വാദിക്കുന്നത് പിണറായി കൂട്ടരുടെ സമനില തെറ്റിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് പോലും സുരേന്ദ്രനെ ഇറക്കാൻ CPM ഭയക്കുകയാണ്. ഹൈക്കോടതി കടകംപള്ളിയെ തൂക്കുന്ന ദിവസം AKG സെന്ററിന് തീയിടും ജനങ്ങൾ. ലോകായുക്തയെ വീഴ്ത്തിയതുപോലെ ഈന്തപ്പഴ കുരുവിൽ ഹൈക്കോടതി ജഡ്ജിമാർ വീഴില്ല വിജയ എന്ന് ജനം പച്ചയ്ക്ക് പറയുന്നു. ശബരിമലയിലെ 18ാം പടിയിൽ തലതല്ലും ഇവനൊക്കെ. കൊള്ളയടിച്ച് തിന്നതിന് അയ്യപ്പൻ വെറുതെ വിടുമെന്ന് കരുതിയോ? ചോര തുപ്പും നീയൊക്കെ എന്ന് വിശ്വാസികളുടെ കല്ലേ പിളർക്കുന്ന ശാപമുണ്ട്. കേസിൽ കടകംപള്ളി സുരേന്ദ്രന്റെ പേര് ചർച്ചയാക്കാൻ കോൺഗ്രസ് ഇപ്പോൾ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ SIT അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ കോൺഗ്രസ് ഇപ്പോൾ കടുത്ത നീക്കങ്ങളുമായി രംഗത്തേക്ക് ഇറങ്ങുന്നത്. ശബരിമലയിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് അന്വേഷണത്തിന്റെ പുരോഗതിയാണ്. SIT മുൻ മന്ത്രിയെ ചോദ്യം ചെയ്തതിന്റെ ബാക്കി പത്രം എന്താണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉന്നയിച്ച ചോദ്യം അത്ര നിസ്സാരമല്ല. മുൻമന്ത്രിയുടെ ചോദ്യം ചെയ്യൽ എന്തായി? കടകംപള്ളിയുടെ അഭിമുഖമാണോ എടുത്തത്? ഇനിയും ഉന്നതരുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിലെ പലരെയും ഒഴിവാക്കുന്നു. എല്ലാവരെയും പ്രതികളാക്കണം. ചുമതലയിലുള്ളവർ അറിയാതെ എങ്ങനെ മോഷണം നടത്താൻ സാധിക്കുമെന്നും കോടതി പലവട്ടം സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തന്ത്രിയേക്കാൾ മുകളിലാണ് ദേവസ്വം ബോർഡ്. തന്ത്രിയും മന്ത്രിയും എല്ലാവരും ഉത്തരവാദികൾ. തന്ത്രിയെ നിയന്ത്രിക്കേണ്ടത് മന്ത്രിയായിരുന്നു. ചുമതലയിലുള്ളവർ അറിയാതെ എങ്ങനെ മോഷണം നടത്താൻ സാധിക്കുമെന്നും കോടതി പലവട്ടം സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടി. തന്ത്രിയേക്കാൾ മുകളിലാണല്ലോ ദേവസ്വം ബോർഡ്. തന്ത്രിയും മന്ത്രിയും എല്ലാവരും കൂടി എന്താണ് അവിടെ കാണിച്ചു കൂട്ടിയത്? അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയില്ല. ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരെയും പ്രതികളാക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കണം. സർക്കാരുമായി ബന്ധമുള്ള അറസ്റ്റിലായവരെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. കടകംപള്ളിയുടെ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടായാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ വലിയ ആയുധമാക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ചാടിയിറങ്ങിയിരിക്കുന്നത്. എന്നാൽ അപ്പോഴും കോൺഗ്രസ് ഒരു വിരൽ CPM-ലേക്ക് ചൂണ്ടുമ്പോൾ ബാക്കി 4 വിരൽ നിങ്ങളുടെ നെഞ്ചത്തേക്ക് തന്നെയാണ്. കാരണം സോണിയാഗാന്ധിക്ക് കൊണ്ടുപോയി ചരട് കെട്ടിക്കൊടുത്തതിലെ കാര്യം ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. എന്തായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ അങ്ങ് ഞെളിയാം എന്ന് കരുതണ്ട. അടൂർ പ്രകാശിനും ആന്റോ ആന്റണിക്കുമൊക്കെ ഈ പറയുന്ന പോറ്റിയുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളതിന്റെ വിശദീകരണം നിങ്ങൾ നൽകണം.
ആന്റോ ആന്റണിയെയും അടൂർ പ്രകാശിനെയും ഒക്കെ SIT ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ തന്ത്രിക്ക് കുടുക്കായിരിക്കുന്ന ചില വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. രാജീവരുടെ വീട്ടിലെ പരിശോധനയിൽ SITക്ക് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചതായിട്ടാണ് സൂചനകൾ. തന്ത്രിയുടെ വീട്ടിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കം ആഭരണങ്ങൾ SIT പരിശോധിച്ചിട്ടുണ്ട്. സ്വർണ്ണപ്പഴക്കം, മൂല്യം എന്നിവയാണ് പ്രധാനമായും സംഘം പരിശോധിക്കുന്നത്. തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലും വിശദമായ അന്വേഷണം തുടരുകയാണ്. അതേസമയം ദേഹാസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തന്ത്രി ഇപ്പോൾ ICUവിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. തന്ത്രിക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഡോക്ടർമാരും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. തന്ത്രി പൊടുന്നനെ ദേഹാസ്വാസ്ഥ്യം വന്ന് വീണത് അതൊരടവാണോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. തന്ത്രിയുടെ അറസ്റ്റ് ദഹിക്കാത്ത കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. നമ്മൾ അതിന്റെ വശം കഴിഞ്ഞ ദിവസം കൃത്യമായി ചർച്ച ചെയ്തതാണ്. ഏറ്റവും നിർണായകമായ ഒരു അറസ്റ്റ് തന്നെയായിരുന്നു അത്. തന്ത്രിയുടെ മേൽ നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അത് കോടതിക്കും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് റിമാൻഡ് ചെയ്യപ്പെട്ടത്. വീട്ടിൽ നടത്തിയ റെയ്ഡിലും പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധത്തിന്റെ രേഖകൾ ഉൾപ്പെടെ SITക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. എന്നാൽ ചില നിർണായക വിവരങ്ങൾ കിട്ടിയെന്നാണ് SIT വ്യക്തമാക്കുന്നത്. കുടുംബാംഗങ്ങളുടെ മൊഴിയും മറ്റു വിവരങ്ങളും എല്ലാം SIT രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമലയിലെ ഓരോ ചെറിയ ജോലിക്കും വ്യക്തമായ മഹസർ നിർബന്ധമാണെങ്കിലും പലപ്പോഴും മഹസറുകൾ തയ്യാറാക്കുന്നത് പേരിന് മാത്രമാണ്. മഹസറിൽ സാക്ഷികളായി രേഖപ്പെടുത്തുന്നവരുടെ ഒപ്പ് ആ സമയത്ത് തന്നെ വാങ്ങണമെന്നും നിയമമുണ്ടെങ്കിലും ഇതിലും വലിയ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള മഹസറുകളിൽ പോലും സാക്ഷികളായി രേഖപ്പെടുത്തിയ പ്രധാന വ്യക്തികളുടെ ഒപ്പുകളില്ല. പല മഹസറുകളും സമയത്ത് തയ്യാറാക്കാത്ത അവസ്ഥയുമുണ്ട്. ശബരിമല ശ്രീകോവിലിന് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചെയ്ത കതക് സമർപ്പിച്ചത് 2019 മാർച്ച് 11-നാണ്. അന്ന് വൈകിട്ട് കതക് ഇളക്കി മാറ്റിയ മഹസറിൽ തന്ത്രിയുടെ പേരോ ഒപ്പോ ഇല്ല. പഴയ കതക് പാളി ഇളക്കി പുതിയത് സ്ഥാപിച്ചെന്നും പഴയ പാളികൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് കൈമാറിയെന്നും പറയുന്നു. പഴയ കതകിൽ വിലപിടിപ്പുള്ള ലോഹ ഭാഗങ്ങൾ ഉണ്ടോ എന്ന കാര്യവും പറയുന്നില്ല. അതായത് പലതിലും പല ക്രമക്കേടുകളും നടന്നിട്ടുണ്ട്. 2019 മെയ് 18-നാണ് ശബരിമലയിൽ നിന്ന് കട്ടിളപ്പാളി ഇളക്കി സ്വർണം പൂശാൻ ചെന്നൈക്ക് കൊണ്ടുപോയത്. ഇത് അഴിക്കുന്ന സമയത്ത് സ്ഥലത്ത് 10 പേരുണ്ടായിരുന്നതായി മഹസറിൽ പറയുന്നു. എന്നാൽ 6 പേർ മാത്രമാണ് ഒപ്പിട്ടിട്ടുള്ളത്. തന്ത്രി കണ്ഠരര് രാജീവരുടെയും അന്നത്തെ മേൽശാന്തിയുടെയും പേരുണ്ടെങ്കിലും ഒപ്പില്ല. ദേവസ്വം ബോർഡ് 2019 മാർച്ച് 20-ന് ഇറക്കിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടിളപ്പാളികൾ ഇളക്കിയത്. അതേസമയം 2019 ജൂലൈ 19-ന് ദ്വാരപാലക ശില്പപാളികൾ ഇളക്കും മുൻപ് തന്ത്രി അനുജ്ഞ നൽകുകയും ഇളക്കുന്ന സമയത്ത് മഹസറിൽ ഒപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നൽകിയ അനുജ്ഞയിൽ പാളികളിൽ സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞതിനാൽ എന്നാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു തയ്യാറാക്കിയ ജൂലൈ 19-ലെ മഹസറിൽ ചെമ്പ് തകിടുകൾ എന്നാണ് രേഖപ്പെടുത്തിയത്. ഇതിന്റെ താഴെയാണ് തന്ത്രി കണ്ഠരര് രാജീവർ ഒപ്പിട്ടിട്ടുള്ളത്. ജൂലൈ 20-ന് ചെമ്പ് തകിട് ഇളക്കിയതിന്റെ മഹസറിൽ തന്ത്രിയുടെ പേരുണ്ടെങ്കിലും ഒപ്പില്ല. ഇത്തരത്തിലുള്ള ക്രമക്കേടുകളാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. അതാണ് ഇവിടെ സംശയമായി ഉയർന്നു നിൽക്കുന്നതും തന്ത്രി ഇതിനെല്ലാം മറുപടി പറയേണ്ട ഒരു സാഹചര്യവും വന്നിരിക്കുന്നത്.